ഞാനിപ്പോൾ ഉള്ളത് ദുബായ് ഗ്ലോബൽ വില്ലേജിലാണ് കേട്ടോ. അബുദാബി വത്ബ ഫെസ്റ്റിന് പോയപ്പോൾ ഉള്ളതിൻ്റെ സിമിലർ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ ഉള്ളത്. വത്ബ ഫെസ്റ്റിന് പോയപ്പോൾ ഉള്ള പോലെ ആണെങ്കിലും അതിനേക്കാളും ഒരുപാട് വിശാലമായിട്ടുള്ള സ്പേസ് ആണ് ഇവിടെയുള്ളത്. ഇവിടെയുള്ള ഓരോ പവലിയൻസും വളരെ വലുതാണ്. ഓരോ പവലിയനിലും ആ രാജ്യത്തെ സ്പെഷ്യൽ ഫുഡ്, ജ്വല്ലറി, ഡ്രസ്സ്, ഹണി അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ മുഴുവൻ ഒരു പ്രത്യേക തരം ലൈറ്റിംഗ് ആണ്. അതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഒരു ഫെസ്റ്റിവൽ ഫീലാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുക. കുറച്ച് സമയം നടന്ന് ടയേർഡായപ്പോൾ നമ്മൾ അവിടുന്ന് ഫുഡും ഐസ്ക്രീമും ഒക്കെ വാങ്ങിച്ച് കഴിച്ചു. ഇതാണ് കേട്ടോ നമ്മുടെ ഇന്ത്യൻ പവലിയൻ. എനിക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും ഭംഗിയുള്ളതായിട്ട് തോന്നിയത് ഇന്ത്യൻ പവലിയനാണ്. ആനത്തലയുടെ ശില്പമൊക്കെ ആയിട്ട് ഒരു പ്രത്യേക പ്രൗഢി ഉണ്ടായിരുന്നു നമ്മുടെ പവലിയണിന്. ഞാനെന്തായാലും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. തങ്കത്തിൻ്റെ ഇതിനകത്ത് കയറിയിട്ട് ആകെ വേണ്ടിയിരുന്നത് ഒരു ബലൂണായിരുന്നു. നമ്മളത് വാങ്ങിച്ചു കൊടുത്തു. പക്ഷെ തിരിച്ച് വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ അവളത് പൊട്ടിക്കുകയും ചെയ്തു. അപ്പുവേട്ടൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇന്ന്. കറക്റ്റ് 12 മണിയായപ്പോൾ നമ്മൾ കേക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനകത്തുനിന്ന് വാങ്ങിച്ച ഒരു സ്നാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. 12 മണിയാണ് ഗ്ലോബൽ വില്ലേജിൻ്റെ ക്ലോസിംഗ് ടൈം. ആ സമയം ആകുമ്പോഴത്തേക്കും അവരതിനുള്ളിൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ക്ലോസിങ്ങിന് വേണ്ടിയിട്ട് റെഡിയായി. അപ്പോൾ നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ നിന്നും മെല്ലെ പുറത്തിറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.